ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ദിശ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു 50 ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നലെ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയത്. പിന്നെ ബാക്കി ഒരു 25 ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്നലെ നമ്മളൊരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ നെക്സ്റ്റ് 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് 26 ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് 25 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെയ്തർ ഓഫ് ദി ആൻസേഴ്സ് ആർ കറക്റ്റ്. നെയ്തർ ഓഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഈച്ച് ഓഫ് വൺ ഓഫിൻ്റെ റൂൾ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. നെയ്തർ ഓഫ് വന്നാലോ, ഈച്ച് ഓഫ് വന്നാലോ, എയ്തർ ഓഫ് വന്നാലോ, വൺ ഓഫ് വന്നാലോ, ഈച്ച് ഓഫ് വന്നാലോ, വൺ ഓഫ് വന്നാലോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് പഠിച്ചത്? നെയ്തർ ഓഫ് വന്നാലോ, എയ്തർ ഓഫ് വന്നാലോ, ഈച്ച് ഓഫ് വന്നാലോ, വൺ ഓഫ് വന്നാലോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം നെയ്തർ ഓഫ് വന്നാലോ, എയ്തർ ഓഫ് വന്നാലോ, ഈച്ച് ഓഫ് വന്നാലോ, വൺ ഓഫ് വന്നാലോ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. അപ്പം നെയ്തർ ഓഫിൻ്റെ കൂടെ ഇവിടെ വന്നേക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആൻസേഴ്സ് ആണ്. ആൻസേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ്. അത് ശരിയാവില്ല. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഓക്കെയാണ്, പക്ഷേ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ആർ എന്നുള്ളത് എന്തായിട്ട് വരുന്നു? ഈസ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പം നെയ്തർ ഓഫ് വന്നാലോ, എയ്തർ ഓഫ് വന്നാലോ, ഈച്ച് ഓഫ് വന്നാലോ, വൺ ഓഫ് വന്നാലോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇതൊക്കെയാണ് നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്, എനി ഓഫ്, സം ഓഫ്, നൺ ഓഫ്, ഇതെല്ലാം വന്നാലും ഇങ്ങനെയുള്ള വേർഡ്സുകളെല്ലാം വന്നാലും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം നമ്മൾ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പം നെയ്തർ ഓഫ് വന്നപ്പോഴത്തേനും നെയ്തർ ഓഫ് ദി ആൻസേഴ്സ് ഈസ് കറക്റ്റ് എന്ന് വന്നു. മനസ്സിലായല്ലോ? അടുത്ത ദ സീനറീസ് ഓഫ് കാശ്മീർ അട്രാക്ട്സ് മെനി ടൂറിസ്റ്റ്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അൺകൗണ്ടബിൾ നൗൺസ് ആർ യൂസ്ഡ് ഇൻ ഒൺലി ഇൻ സിംഗുലർ ഫോം എന്ന് പറഞ്ഞായിരുന്നു. അൺകൗണ്ടബിൾ നൗൺസിനെ സിംഗുലർ ഫോമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അൺകൗണ്ടബിൾ നൗൺസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ സിംഗുലർ ഫോം. അൺകൗണ്ടബിൾ നൗൺസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ സിംഗുലർ ഫോം. അൺകൗണ്ടബിൾ നൗൺസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ സിംഗുലർ ഫോം. അൺകൗണ്ടബിൾ നൗൺസിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? സിംഗുലർ ഫോമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സീനറി എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സീനറി സിംഗുലർ ഫോമിലല്ല യൂസ് ചെയ്തേക്കുന്നത്. സീനറീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. അത് തെറ്റാണ്. സീനറി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺസിനെ നമ്മളെപ്പോഴും സിംഗുലർ ഫോമിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫർണിച്ചർ എന്നേ പറയത്തുള്ളൂ, ഫർണിച്ചേഴ്സ് എന്ന് പറയത്തില്ല. എക്യുപ്മെൻറ്റ് എന്നേ പറയത്തുള്ളൂ, എക്യുപ്മെൻറ്റ്സ് എന്ന് പറയത്തില്ല. മെഷീനറി എന്നേ പറയത്തുള്ളൂ, മെഷീനറീസ് എന്ന് പറയത്തില്ല. പോയട്രി എന്നേ പറയത്തുള്ളൂ, പോയട്രീസ് എന്ന് പറയത്തില്ല. പിന്നെ അതേപോലെ തന്നെ ജ്വല്ലറി എന്നേ പറയത്തുള്ളൂ, ജ്വല്ലറീസ് എന്ന് പറയത്തില്ല. അപ്പോൾ ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺസിനെ നമ്മൾ സിംഗുലർ ഫോമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സീനറീസ് എന്തായിട്ട് മാറി? സീനറി ആയിട്ട് മാറി. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പം 26 27 മനസ്സിലായല്ലോ. അപ്പോൾ സീനറീസ് എന്തായി മാറി? ദ സീനറി ഓഫ് കാശ്മീർ എന്ന് വന്നു. അട്രാക്ട്സ് മെനി ടൂറിസ്റ്റ്. അപ്പം നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്. ഏതൊക്കെയാണ്? നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. അപ്പോൾ എന്താണ്? നെയ്തർ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. ഇനി സീനറീസ് എന്ന് പറയത്തില്ല, സീനറി എന്നേ പറയത്തുള്ളൂ. കാരണം അൺകൗണ്ടബിൾ നൗൺസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ സിംഗുലർ ഫോം. അൺകൗണ്ടബിൾ നൗൺസിനെ നമ്മൾ എപ്പോഴും സിംഗുലർ ഫോമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അൺകൗണ്ടബിൾ നൗൺസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ സിംഗുലർ ഫോം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓക്കെ അല്ലേ? അടുത്തത് ഹീ ഈസ് വെരി വീക്കർ ഇൻ മാത്തമാറ്റിക്സ് ദാൻ ഹിസ് ക്ലാസ്മേറ്റ്സ്. ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് ആണ്. ഒരു കാരണവശാലും വെരി എന്ന് പറയുന്ന വേർഡ് കമ്പാരിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണല്ലോ? ഇപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഒരു കാരണവശാലും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? വെരി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. വെരി എന്ന് പറയുന്ന വേർഡ് പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ യൂസ് ചെയ്യുന്നത് മച്ചാണ്. നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട വേർഡ് ഏതാണ്? മച്ചാണ്. ഹി ഈസ് മച്ച് വീക്കർ ഇൻ മാത്തമാറ്റിക്സ് ദാൻ ഹിസ് ക്ലാസ്മേറ്റ്സ്. ഹി ഈസ് വെരി മച്ച് വീക്കർ എന്ന് പറയത്തില്ല. ഹി ഈസ് മച്ച് വീക്കർ ഇൻ മാത്തമാറ്റിക്സ് ദാൻ ഹിസ് ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സിൽ ഏറ്റവും മാത്തമാറ്റിക്സിൽ ഏറ്റവും വീക്കറായിട്ടുള്ളത് അവനാണ് എന്ന് പറയുമ്പോൾ മച്ച് വീക്കർ എന്നാണ് പറയേണ്ടത് കേട്ടോ. മച്ച് വീക്കർ. അപ്പം കമ്പാരിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവിൽ ഒരു കാരണവശാലും
വെരി യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ് യൂസ് ചെയ്യേണ്ടത്? മച്ചാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിനകത്ത് ഒന്നുകൂടെ പറയാം. നെയ്തർ ഓഫ് വന്നാലോ, എയ്തർ ഓഫ് വന്നാലോ, ഈച്ച് ഓഫ് വന്നാലോ, വൺ ഓഫ് വന്നാലോ. നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്, എയ്തർ ഓഫ് വന്നാലോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് the uncountable nouns are used only in singular form. Uncountable nounsനെ സിംഗുലർ ഫോമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫർണിച്ചർ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, സീനറി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, പോയട്രി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, ജ്വല്ലറി ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, പോയട്രി, എക്യുപ്മെൻറ്റ് ഒരു അൺകൗണ്ടബിൾ നൗൺ. എക്യുപ്മെൻറ്റ്സ് എന്ന് ഉപയോഗിക്കരുത് കേട്ടോ. ഇൻഫോർമേഷൻ, മെഷീനറീസ് ഇതൊന്നും ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലേ. മെഷീനറി എന്ന് ഉപയോഗിക്കാവുള്ളൂ. ഇൻഫോർമേഷൻസ് എന്ന് ഉപയോഗിക്കരുത്, ഇൻഫോർമേഷൻ എന്ന് ഉപയോഗിക്കാവുള്ളൂ. എക്യുപ്മെൻറ്റ്സ് എന്ന് ഉപയോഗിക്കരുത്, എക്യുപ്മെൻറ്റ് എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, കാരണം ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഓക്കെ, ഇനി വെരി എന്ന് പറയുന്ന വേർഡ് പോസിറ്റീവ് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ മച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഷീ ഹാസ് ലെസ് ഫ്രണ്ട്സ് ദാൻ ഹർ സിസ്റ്റർ. ഈ ഫ്രണ്ട്സ് എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണോ കൗണ്ടബിൾ നൗൺ ആണോ എന്ന് ആദ്യം നോക്കണം. ഓക്കെ, ഫ്രണ്ട്സ് എന്നുള്ളത് എപ്പോഴും ഒരു കൗണ്ടബിൾ നൗൺ ആണ്. ഫ്രണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ള വേർഡ് എന്താണ്? ഒരു കൗണ്ടബിൾ നൗൺ ആണ്. ഈ ലെസ് എന്ന് പറയുന്ന വേർഡ് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. ലിറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ എ ലിറ്റിലും പറ്റില്ല, ദ ലിറ്റിലും. ഇത്രയും കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെയാണ്? ലിറ്റില്, ലെസ്, ലീസ്റ്റ്. ഇത് പോസിറ്റീവ് ഡിഗ്രി, ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇത് എ ലിറ്റിൽ, ദ ലിറ്റിൽ. അങ്ങനെയാണെങ്കിൽ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്യൂ, അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ഫ്യൂവർ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ഫ്യൂവസ്റ്റ്. ഇത് പോസിറ്റീവ് ഡിഗ്രി, ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എ ഫ്യൂ, ദ ഫ്യൂ. ഇത്രയും കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ അല്ലേ? ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്ത് നൗണാണ്? കൗണ്ടബിൾ നൗണാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ലെസ് എന്ന് പറയുന്ന വേർഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന് തത്തുല്യമായിട്ടുള്ള വേർഡ് നമ്മളിവിടെ കൊടുക്കുക. തത്തുല്യമായിട്ടുള്ള വേർഡ് ഏതാണ്? ഫ്യൂവറാണ്. ഓക്കെ, ലെസ് എന്ന് പറയുന്ന വേർഡ് മാറിയിട്ട് അവിടെ എന്താ വന്നു? ഷീ ഹാസ് ഫ്യൂവർ ഫ്രണ്ട്സ് ദാൻ ഹെർ സിസ്റ്റർ എന്ന് വന്നു. ഷീ ഹാസ് ലെസ് എന്നുള്ള വേർഡിനെ മാറ്റിയിട്ട് ലെസ് എന്നുള്ളത് ഏത് ഡിഗ്രിയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ലെസ് എന്നുള്ള കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ലെസ് ആ കമ്പാരിറ്റീവ് ഡിഗ്രി മാറുമ്പോൾ അവിടെ മറ്റൊരു കമ്പാരിറ്റീവ് ഡിഗ്രി വേണം അവിടെ വരാൻ. അപ്പോൾ എന്താ വന്നു? ലെസ് എന്ന് പറയുന്ന വേർഡ് മാറിയിട്ട് അവിടെ ഫ്യൂവർ എന്ന് പറയുന്ന വേർഡാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പം ലെസ് എന്ന് പറയുന്ന വേർഡ് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ലെസ്, ഇത് ലീസ്റ്റ്. അപ്പോൾ ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. ഫ്യൂവർ, ഫ്യൂവസ്റ്റ്. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്, ഫ്യൂവർ, ഫ്യൂവസ്റ്റ്. പിന്നെ ഇത്രയും അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും ഇത്രയും കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണോ കൗണ്ടബിൾ നൗൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കൗണ്ടബിൾ നൗൺ ആണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്ത് നൗൺ ആണ്? കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അടുത്തത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു. സാധാരണ ഒരു വെർബ് ടൂവിന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കുന്നത്. നോർമലി ടൂവിൻ്റെ കൂടെ നമ്മൾ വെർബ് ഫോം എപ്പോഴും ഏതാ യൂസ് ചെയ്യുന്നത്? V1 ആണ്. നോർമലി ടൂവിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് ഫോം എപ്പോഴും V1 ആയിരിക്കണം. നോർമലി ടൂവിൻ്റെ കൂടെ V1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില ടൂവിൻ്റെ തൊട്ട് മുന്നേ ഇങ്ങനെയുള്ള ചില വേർഡുകൾ കയറി വന്നാൽ നമ്മൾ ആ ടൂവിൻ്റെ കൂടെ വരുന്ന വെർബിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? ING ചേർക്കണം. അതായത് ഐ ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വെർബ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ലുക്കിംഗ് ഫോർവേഡ് ടു പ്ലസ് ലുക്കിംഗ് ഫോർവേഡ് 2 പ്ലസ് V4 മീൻസ് വെർബ് പ്ലസ് ING. ലുക്കിംഗ് ഫോർവേഡ് ടൂവിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ ING ചേർക്കും. ലുക്കിംഗ് ഫോർവേഡ് ടൂവിൻ്റെ കൂടെ വെർബ് വന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കണം. ലുക്കിംഗ് ഫോർവേഡ് ടൂവിന് മാത്രമല്ല പ്രത്യേകത ഉള്ളത്. അക്കസ്റ്റംഡ് ടു ഉണ്ട്, വിത്ത് എ വ്യൂ ടു ഉണ്ട്, ഗിവൺ ടു ഉണ്ട്, പ്രോൺ ടു ഉണ്ട്, ഡിവോട്ടഡ് ടു ഉണ്ട്, ഡിസ്പോസ്ഡ് ടു ഉണ്ട്. നമ്മൾ റൂൾസ് പഠിച്ചപ്പോൾ അതെല്ലാം പഠിച്ചതായിരുന്നു. ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ് ടൂവിൻ്റെ കൂടെ നമ്മൾ വെർബ് വന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കണം. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് എന്നുള്ളത് എന്തായി മാറുന്നു? മീറ്റിംഗ് ആയി മാറുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്ന് പറയുന്നത്. അപ്പം നെയ്തർ ഓഫിൻ്റെ ആദ്യത്തൊന്നുകൂടെ പറയാം. നെയ്തർ ഓഫ് ദി ആൻസേഴ്സ് ഈസ് കറക്റ്റ് എന്ന് വന്നു. നെയ്തർ ഓഫ് ദി ആൻസേഴ്സ് ഈസ് കറക്റ്റ് എന്ന് വന്നു.
ദ സീനറീസ് ഓഫ് കാശ്മീർ എന്നുള്ളത് സീനറി എന്ന് വന്നു, സീനറി എന്ന് വന്നു, സീനറി. ഈസ് വെരി വീക്കർ എന്നുള്ളത് മച്ച് വീക്കർ ആയിട്ട് വന്നു. ലെസ് എന്നുള്ളത് ഫ്യൂവർ ആയിട്ട് വന്നു. മീറ്റ് എന്നുള്ളത് എന്തായിട്ട് വന്നു? മീറ്റിംഗ് ആയിട്ട് വന്നു. ആർ എന്നുള്ളത് ഇവിടെ ഈസ് ആയിട്ട് വന്നു. ഇത് ഇത്രയും എങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നെയ്തർ ഓഫ് ദി ആൻസേഴ്സ് ഈസ് കറക്റ്റ്. ദ സീനറി ഓഫ് കാശ്മീർ അട്രാക്ട്സ് മെനി ടൂറിസ്റ്റ്. ഹി ഈസ് മച്ച് വീക്കർ ഇൻ മാത്തമാറ്റിക്സ് ദാൻ ഹിസ് ക്ലാസ്മേറ്റ്സ്. ഷീ ഹാസ് ഫ്യൂവർ ഫ്രണ്ട്സ് ദാൻ ഹെർ സിസ്റ്റർ. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു എന്നുള്ളത് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്ന് വന്നു. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു, ഈ ലുക്കിംഗ് ഫോർവേഡ് എന്നോ ലുക്സ് ഫോർവേഡ് എന്നോ ലുക്ക്ഡ് ഫോർവേഡ് എന്നോ ലുക്കിംഗ് ഫോർവേഡ് എന്നോ വന്നാൽ ടു, അതിൻ്റെ കൂടെ ടുവിന് ശേഷം ഒരു വെർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് കൊടുക്കണം? ING കൊടുക്കണം. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? അങ്ങനെയാണ് അടുത്ത നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നോക്കാം. The police has arrested the suspect. The word police has, the police എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കാണരുത് ഒരു കാരണവശാലും, പ്ലൂറൽ ആയിട്ടേ കാണാവൂ. അപ്പോൾ പോലീസ് എന്ന് പറയുന്ന വേർഡ് എന്തായിട്ട് കാണുന്ന ഒരു പ്ലൂറൽ വേർഡാണ്. പോലീസ് എന്ന് പറയുന്ന വേർഡ് ഒരു പ്ലൂറൽ വേർഡാണ്. ദ പോലീസ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, പ്ലൂറലാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാസ് എന്തായിട്ട് മാറുന്നു? ഹാവ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ദ സസ്പെക്റ്റ്. അപ്പോൾ ദ വേർഡ് പോലീസ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗുലർ ആണ് പ്ലൂറലാണ് ചെയ്തത്? ദ വേർഡ് പോലീസ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പോലീസ് എന്ന് പറയുന്ന ഒരു പ്ലൂറൽ വേർഡാണ്. അതിനുശേഷം ഏതായാലും പ്ലൂറലായിട്ടുള്ള വെർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വോസ് ആണോ വെയർ ആണെന്ന് വെച്ചാൽ വെയറാണ്, ഈസാണോ ആറാണോ എന്ന് വെച്ചാൽ ആറാണ്. ഏതായാലും പ്ലൂറലായിട്ടുള്ള വെർബ് മാത്രം യൂസ് ചെയ്യുക പോലീസ് എന്ന് പറയുന്ന വേർഡിന് ശേഷം. ഇനി മാത്തമാറ്റിക്സ് ആർ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാം. ഒന്നായിട്ട് നമുക്ക് സബ്ജക്റ്റ് എന്ന രീതിയിൽ യൂസ് ചെയ്യാം, ഒന്ന് കാൽക്കുലേഷൻ എന്ന രീതിയിൽ യൂസ് ചെയ്യാം. കാൽക്കുലേഷൻ എന്ന രീതിയിൽ യൂസ് ചെയ്താൽ അതിനെ നിങ്ങൾ പ്ലൂറലായിട്ട് പറയുക. സബ്ജക്റ്റ് എന്ന രീതിയിലാണെങ്കിൽ നമുക്കതിനെ സിംഗുലർ എന്ന് വിളിക്കാം. അപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ പറയത്തില്ല എൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റി എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ നമ്മളതിനെ കാൽക്കുലേഷൻ എന്ന രീതിയിലല്ലേ പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനെ സിംഗുലറായിട്ട് കാണുന്നത് എപ്പോഴാണ്? അത് സബ്ജക്റ്റ് ആകുമ്പോഴാണ്. കാൽക്കുലേഷൻ എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ അതിനെ നിങ്ങൾ പ്ലൂറലായിട്ട് കാണുക. അപ്പം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ സിംഗുലറും, കാൽക്കുലേഷൻ എന്ന രീതിയിൽ വന്നാൽ അതിന് പ്ലൂറലായിട്ടും കാണുക. സബ്ജക്റ്റായിട്ട് വന്നാൽ സിംഗുലറും, കാൽക്കുലേഷൻ എന്ന രീതിയിൽ വന്നാൽ അത് പ്ലൂറൽ വേർഡുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റായിട്ടല്ലേ വന്നിരിക്കുന്നത്. മാത്തമാറ്റിക്സ് ഡാഷ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നുള്ളത് എന്തായിട്ട് വന്നു? ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് വന്നു. ഓക്കെ, the child resembles to his father. Next question, the child resembles to his father. റിസംബിൾസ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നോ പ്രിപ്പോസിഷൻ ആണ്. ഇന്നലെ ഡിസ്കസ്ഡ് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു പ്രിപ്പോസിഷൻ്റെ ആവശ്യമില്ലാത്ത വേർഡാണ് റിസംബിൾസ്. നോ പ്രിപ്പോസിഷൻ ഈസ് നീഡഡ്. നോ പ്രിപ്പോസിഷനാണ്, ഒരു പ്രിപ്പോസിഷൻ്റെ ആവശ്യമായി വരുന്നില്ല. അപ്പോൾ ടു എന്ന് പറയുന്ന വേർഡ് ഔട്ടാവും. ചൈൽഡ് റിസംബിൾസ് ഹിസ് ഫാദർ എന്ന് വരുന്നു. അപ്പോൾ റിസംബിൾസ് എന്ന് പറയുന്ന വേർഡിന് ഒരു പ്രിപ്പോസിഷൻ്റെയും ആവശ്യമായി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ദ ചൈൽഡ് റിസംബിൾസ് ഹിസ് ഫാദർ എന്ന് മാത്രം മതി. അപ്പോൾ ചൈൽഡ് റിസംബിൾസ് ടു ഹിസ് ഫാദർ എന്നൊന്നും വേണ്ട. ഇനി ചില വേർഡിന് ചില ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു വേർഡാണ് സീനിയർ. നമുക്കറിയാം പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ശേഷം നമുക്ക് അറിയാം ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ഫിക്സഡ് പ്രിപ്പോസിഷൻ ടു ആണ്. അതേപോലെ നമുക്കറിയാം IORൽ അവസാനിക്കുന്ന ഏതൊരു വേർഡിന് ശേഷവും നമ്മൾ ടൂവേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. IORൽ അവസാനിക്കുന്ന ഏതൊരു വേർഡിന് ശേഷവും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം യൂസ് ചെയ്യാൻ. IORൽ അവസാനിക്കുന്ന ഏതൊരു വേർഡിന് ശേഷവും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ സീനിയർ എന്ന് പറയുന്ന വേർഡ് IORലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം സീനിയർ ദാൻ മീ എന്ന് പറയത്തില്ല, സീനിയർ ടു മീ എന്നേ പറയത്തുള്ളൂ. അപ്പം സുപ്പീരിയർ, ഇൻഫീരിയർ, പോസ്റ്റീരിയർ, എക്സ്റ്റീരിയർ, അൾട്ടീരിയർ, സീനിയർ, ജൂനിയർ ഇതെല്ലാം IORൽ അവസാനിക്കും. പ്രയർ, PRIOR ഇതെല്ലാം IORൽ അവസാനിക്കുന്ന ഇവർക്ക് എല്ലാവർക്കും ശേഷം നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പ്രിഫർ, മാരീഡ്, നോൺ ഇതെല്ലാം ഇന്നലെ പറഞ്ഞതാണ്. ഇവർക്ക് എല്ലാവർക്കും ശേഷം നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു വേർഡാണ് സീനിയർ. സീനിയർ ടു മീ എന്നേ പറയത്തുള്ളൂ. ഓക്കെ, ഷീ ഡിസ്കസ് ദ ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ വിത്ത് ഹിം, വിത്ത് ഹീ. ഇവിടെ ഹിം എന്നാണ് ആൻസറായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. സബ്ജക്റ്റീവ് പ്രോനൗണിനെ നമ്മൾ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സബ്ജക്റ്റീവ് പ്രോനൗണിനെ എന്തായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ? സബ്ജക്റ്റീവ് പ്രോനൗണിനെ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ.
അതിനെ സബ്ജക്റ്റീവ് പ്രോനൗണിനെ എടുത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗണിൻ്റെ പ്ലേസിൽ കൊണ്ടിടാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ സബ്ജക്റ്റീവ് പ്രോനൗണിനെ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുക, ഒബ്ജക്റ്റീവ് പ്രോനൗണിനെ ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഷീ ഡിസ്കസ്ഡ് ദ ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ വിത്ത് ഹിം എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഷീ ഡിസ്കസ്ഡ് ദ ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ വിത്ത് ഹി എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഹിം ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത്ര എന്താ പോലീസ് ഹാവ് ആസ്റ്റഡ് ദ സസ്പെക്റ്റ്. ദ പോലീസ് ഹാസ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഹാവ് ആയി മാറി. എന്നുവെച്ചാൽ പോലീസ് എന്ന് പറയുന്ന വേർഡ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അടുത്തത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് രണ്ടായിട്ട് കാണാം, സബ്ജക്റ്റായിട്ടും കാണാൻ പറ്റും, കാൽക്കുലേഷൻ എന്ന രീതിയിൽ കാണാൻ പറ്റും. സബ്ജക്റ്റായിട്ട് കണ്ടാൽ സിംഗുലർ, കാൽക്കുലേഷൻ എന്ന രീതിയിൽ കണ്ടാൽ അതിനെ പ്ലൂറലായിട്ട് കാണുക. റിസംബിൾസ് എന്ന് പറയുന്ന വേർഡിന് ഒരു പ്രിപ്പോസിഷനെ ആവശ്യമില്ല. ചൈൽഡ് റിസംബിൾസ് ടു ഹിസ് ഫാദർ എന്നല്ല, ദ ചൈൽഡ് റിസംബിൾസ് ഹിസ് ഫാദർ. നോ നീഡ് ഓഫ് എനി പ്രിപ്പോസിഷൻ ആഫ്റ്റർ ദ വേർഡ് റിസംബിൾസ് കേട്ടോ. ദെൻ IORൽ അവസാനിക്കുന്ന ഏതൊരു വേർഡിന് ശേഷവും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യണം. IORൽ അവസാനിക്കുന്ന ഏതൊരു വേർഡിന് ശേഷവും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. സീനിയർ IORൽ അവസാനിക്കുന്ന ഒരു വേർഡാണ്. സീനിയർ, ജൂനിയർ, പോസ്റ്റീരിയർ, എക്സ്റ്റീരിയർ, അൾട്ടീരിയർ, പ്രയർ, PRIOR, പ്രയർ, ഇതെല്ലാം IORൽ അവസാനിക്കുന്ന വേർഡുകളാണ്. അപ്പോൾ അതിനെല്ലാം ശേഷവും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഷീ ഡിസ്കസ് ദ ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ വിത്ത് ഹിം. സബ്ജക്റ്റീവ് പ്രോനൗണിനെ പിടിച്ച് ഒബ്ജക്റ്റീവിൻ്റെ പ്ലേസിലിട്ടാൽ ശരിയാവുമോ? ഇല്ല. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഹീയെ നമ്മൾ സബ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഒബ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, അതായത് ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക? ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഹീയുടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്താണ്? ഹിം ആണ്. അപ്പോൾ ഷീ ഡിസ്കസ് ദ ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ വിത്ത് ഹിം എന്ന് വരുന്നു. ഇത്ര ഓക്കെ അല്ലേ? Neither Ram nor Shyam have completed the assignment. Neither Ram nor Shyam. ഇവിടെ രാമിനെയും ശ്യാമിനെയും കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഏതാണ്? നെയ്തർ നോർ ആണ്. രാമിനെയും ശ്യാമിനെയും കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഏതാണ്? നെയ്തർ നോർ ആണ് അല്ലേ? നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ്. സെക്കൻഡ് സബ്ജക്റ്റ് ആണ് വെച്ചാൽ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. നെയ്തർ നോർ മാത്രമല്ല, എയ്തർ ഓർ ആയാലും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആയാലും. neither nor, either or, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോൾ ഈ മൂന്ന് വേർഡ് വെച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ്. സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് എന്നുള്ളത് ശ്യാം ആണ്. ശ്യാം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ ഹാവ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഹാസ് ആയിട്ട് മാറുന്നു. അപ്പം നെയ്തർ രാം നോർ ശ്യാം ഹാസ് കംപ്ലീറ്റഡ് ദ അസൈൻമെൻറ്റ് എന്ന് വന്നു. അപ്പം നെയ്തർ നോർ വെച്ചിട്ടോ എയ്തർ ഓർ വെച്ചിട്ടോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ടോ, അപ്പോൾ ഈ നെയ്തർ നോർ വെച്ചിട്ടോ എയ്തർ ഓർ വെച്ചിട്ടോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ടോ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ് കേട്ടോ. അടുത്തത് ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് വെർ എക്സലൻറ്റ്. ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇതിനകത്ത് ആപ്പിൾസ് അല്ല ഇതിനകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾസിൻ്റെ ക്വാളിറ്റിയാണ്. തിരിഞ്ഞു പോകരുത് കേട്ടോ. ആപ്പിൾസിൻ്റെ ക്വാളിറ്റിയാണ്, ആപ്പിൾസ് അല്ല. ആപ്പിൾസിൻ്റെ ക്വാളിറ്റി ഭയങ്കര എക്സലൻ്റ് ആണ്. ആപ്പിൾസ് അല്ല, ആപ്പിൾസിൻ്റെ ക്വാളിറ്റി ഈസ് കൺസിഡർഡ് ആസ് സിംഗുലർ എന്നാണ്. ക്വാളിറ്റി എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണ് കേട്ടോ. സിംഗുലർ ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ ആണെന്നാണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ എന്ത് വന്നു? വാസ് എക്സലൻറ്റ്. ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് വാസ് എക്സലൻറ്റ് എന്ന് വന്നു. ഓക്കെ ആണോ? അപ്പം തൊട്ട് മുമ്പേ കിടക്കുന്നതായിരിക്കത്തില്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദ ക്യാരക്ടർ ഓഫ് ദീസ് ബോയ്സ് ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ ബോയ്സ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, ബോയ്സിൻ്റെ ക്യാരക്ടറാണ്. ദ ക്യാരക്ടർ ഓഫ് ബോയ്സ് ഈസ് ഗുഡ് എന്നാണ് പറയുന്നത്. അപ്പം ബോയ്സ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, ബോയ്സിൻ്റെ ക്യാരക്ടറാണ്. അതേപോലെയാണ് ആപ്പിൾസ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, ആപ്പിൾസിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മെനി എ ആണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെനി എയുടെ സ്ട്രക്ചർ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മെനി എ പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബാണ്. മെനി എയുടെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. മെനി എയുടെ കൂടെ വരുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സ്റ്റുഡൻറ്റ് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഹാവ് സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. ഹാവ് പറ്റത്തില്ല, സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരണമെങ്കിൽ എന്താ വരണം? ഹാസ് വരണം അല്ലേ? അപ്പോൾ മെനി എ സ്റ്റുഡൻറ്റ് ഹാസ് ഫെയിൽഡ് ദ എക്സാമിനേഷൻ. മെനി എയുടെ റൂൾ എന്താണ്? മെനി എ പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നാണ്. മെനി എയും മോർ ദാൻ വണ്ണിനും അതേ റൂൾ തന്നെയാണ് കേട്ടോ. മെനി എയും മോർ ദാൻ വണ്ണിനും ഒരേ റൂളാണ്. സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബുമാണ് യൂസ് ചെയ്യുക. മെനി എക്ക് സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ.
അടുത്തത് there is a boy. There are many boys. There is a boy, there are many boys. അതായത് ഇവിടെ എ ബോയ് വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഈസ് ഉപയോഗിച്ചു. ഇവിടെ മെനി ബോയ്സ് വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ആർ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ദെയർ ഈസ് എ ബോയ് എന്ന് വന്നു, ദെയർ ആർ മെനി ബോയ്സ് വന്നു. അപ്പോൾ ഇവിടെ മെനി റീസൺസ് എന്ന് പറയുന്നതുകൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈസിന് വരെ നമ്മൾ ആർ യൂസ് ചെയ്യണം. ഇവിടെ കിട്ടിയോ? അപ്പം വാട്ട് കംസ് നെക്സ്റ്റ്, ദെയർ ഈസ് ആണോ ദെയർ ആർ ആണോ എന്ന് തീരുമാനിക്കുന്നത് അവർക്ക് ശേഷം എന്താണ് വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് ശേഷം എന്ത് വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് ശേഷം സിംഗുലർ ആണ് വരുന്നതെങ്കിൽ ഈസ് എന്ന് ഉപയോഗിക്കുക, അവർക്ക് ശേഷം പ്ലൂറലാണ് വരുന്നതെങ്കിൽ ആർ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ ദെയർ ഈസ് എ മെനി റീസൺ എന്ന് പറയത്തില്ല, ദെയർ ആർ മെനി റീസൺസ് എന്നേ പറയത്തുള്ളൂ. ഇനി പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ദാൻ അല്ല. പ്രിഫർ എന്ന് പറയുന്നത് പ്രിഫർ ദാൻ എന്ന് പറയത്തില്ല, പ്രിഫർ ടു എന്നേ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദാൻ മാറിയിട്ട് എന്തായി മാറുന്നത്? ടു ആയിട്ട് മാറുന്നത്. ഐ പ്രിഫർ വാക്കിംഗ് ടു റണ്ണിങ്, ഐ പ്രിഫർ വാക്കിംഗ് ടു റണ്ണിങ്. പ്രിഫർ എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കണം? അത് ടു ആയിരിക്കണം. ഐ പ്രിഫർ വാക്കിംഗ് ടു റണ്ണിങ് എന്ന് വന്നു, മനസ്സിലായോ? ഐ പ്രിഫർ വാക്കിംഗ് ടു റണ്ണിങ്. അപ്പം പ്രിഫർ എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ ദാൻ അല്ല. അതിലൊരിക്കലും ദാൻ എന്ന് പറയുന്ന വേർഡല്ല യൂസ് ചെയ്യേണ്ടത്. എന്താണ് യൂസ് ചെയ്യേണ്ടത്? ടു ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഐ പ്രിഫർ വാക്കിംഗ് ടു റണ്ണിങ് എന്ന് വന്നു. ഇത്ര ഓക്കെ ആണോ നോക്കിയേ? നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഹാവ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഹാസ് ആയിട്ട് മാറുന്നു. ക്വാളിറ്റി ഓഫ് ആപ്പിൾസിനകത്ത് ക്വാളിറ്റിയാണ് സബ്ജക്റ്റ്. ക്വാളിറ്റി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും വന്ന് വാസ് ആയിട്ട് മാറി. മെനി എ സ്റ്റുഡൻറ്റ് ഹാവ് ഫെയിൽഡ് ദ എക്സാമിനേഷൻ. മെനി എ സ്റ്റുഡൻറ്റ് ഹാവ് ഫെയിൽഡ് ദ എക്സാമിനേഷൻ. മെനി എക്ക് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. there are many reasons for his failure. there are many reasons എന്നാണ്. there is many reasons അല്ല, there are. I prefer walking than running. I prefer walking to running. I prefer walking to running എന്ന് വന്നു. പ്രിഫർ എന്ന് പറയുന്ന വേർഡിന് ശേഷം ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വേണം യൂസ് ചെയ്യാൻ. പോലീസ് എന്ന് പറയുന്ന വേർഡിനെ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്, പ്ലൂറലായിട്ടാണ് കാണുന്നത് വെച്ചാൽ പ്ലൂറലായിട്ടാണ് കാണുന്നത്. എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ് ഒക്കെ നമ്മൾ എന്തായിട്ട് കാണുന്നത്? അതിനോടൊപ്പം ചേർന്ന് വരുന്ന സബ്ജക്റ്റും വെർബും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റും സിംഗുലർ ആയിട്ടുള്ള വെർബും ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പ്രിഫർ എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. IORൽ അവസാനിക്കുന്ന ഏതൊരു വേർഡിന് ശേഷവും നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഇതൊക്കെ ഓക്കെ ആണോ? The jury was divided in their opinions. The jury was divided in their opinions. The jury was divided. അതായത് കളക്റ്റീവ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് വിത്ത് കളക്റ്റീവ് നൗൺസ് എന്നാണ്. അതായത് ഇവർ ഒരേ സെയിം ടാസ്ക് ആണ്, ഈ കളക്റ്റീവ് നൗൺ സെയിം ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഇവർ സിംഗുലർ ആയിട്ടുള്ളൂ. ഇവർ ഡിഫറെൻറ്റ് ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്ലൂറലാണ്. ഓക്കെ ആണോ? ഇവർ സെയിം ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവർ സിംഗുലറും, ഡിഫറെൻറ്റ് ടാസ്ക് ആണ് ഇവർ ചെയ്യുന്നതെങ്കിൽ ഇവർ പ്ലൂറലും ആണ്. ഓക്കെ, അപ്പം സെയിം ടാസ്ക് ചെയ്താൽ ഇവർ സിംഗുലറും, ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്താൽ ഇവർ പ്ലൂറലും ആണ്. സെയിം ടാസ്ക് ആണ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടാസ്ക് ആണ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഇവർ ദേ വെർ ഡിവൈഡഡ് ഇൻ ദർ ഒപ്പീനിയൻ. അവർ ഒപ്പീനിയനിൽ അവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്, ഒരുമിച്ച് നിൽക്കുകയല്ല, അവർ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടാസ്ക് അല്ലേ അവർ ചെയ്യുന്നത്. അപ്പം ജൂറി വോസ് എന്ന് പറയുന്നത് എന്തായി മാറുന്നത്? ജൂറി വേറെ എന്നായിട്ട് മാറുന്നു. ജൂറി വോസ് എന്തായി വേറെ ആയെന്ന് മനസ്സിലായല്ലോ. അതായത് കളക്റ്റീവ് നൗൺ എപ്പോഴും, ജൂറി എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നൗൺ ആണ്. ആ കളക്റ്റീവ് നൗൺ എപ്പോഴും സെയിം ടാസ്ക് ആണ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടാസ്ക് ആണ് ചെയ്യുന്നത് നോക്കുക. സെയിം ടാസ്ക് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ മാത്രമേ അവരെ സിംഗുലർ ആയിട്ട് കാണാവൂ. ഡിഫറെൻറ്റ് ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ പ്ലൂറലായിട്ട് കാണാവൂ. ഓക്കെ, ഇവിടെ അവർ വ്യത്യസ്ത ജോലിയാണ് ചെയ്യുന്നത്, വ്യത്യസ്ത ഇതിൽ നിൽക്കുകയാണ് അവർ. ഡിവൈഡ് ഇൻ ദർ ഒപ്പീനിയൻ ആണ്. ഒപ്പീനിയനിൽ അവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക?
ദ ജൂറി വെയർ ഡിവൈഡ് ഇൻ ദെയർ ഒപ്പീനിയൻ എന്ന് പറയുക. അടുത്തത് ഈ ലേഡ് ഓൺ ദ സോഫ ഫോർ 2 hours. ഇങ്ങനെയുള്ള വേർഡ് വരുമ്പോൾ ആദ്യം നിങ്ങൾ രണ്ട് മീനിങ് ഓർക്കണം. ടു ടേക്ക് സം റെസ്റ്റ് എന്നുള്ള മീനിങ് ആണോ, ടു ടേക്ക് സം റെസ്റ്റ് എന്നുള്ള മീനിങ് ആണോ, അതോ പുട്ട് സംതിങ് ഡൗൺ വെരി കെയർഫുള്ളി എന്നാണ്. പുട്ട് ഡൗൺ സംതിങ് വെരി കെയർഫുള്ളി. പുട്ട് സംതിങ് ഡൗൺ വെരി കെയർഫുള്ളി എന്നുള്ള മീനിങ് ആണ്. അല്ല അല്ലേ? അല്ല, അതല്ല. പുട്ട് സംതിങ് ഡൗൺ വെരി കെയർഫുള്ളി എന്നുള്ള മീനിങ് അല്ല. ടു ടേക്ക് റെസ്റ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഈ മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഈ മീനിങ് ആണ് വരുന്നതെങ്കിൽ ഈ വെർബ് ഫോംസ് ആണ് ലൈ, ലേയ്, ലെയിന്. ഈ വെർബ് ഫോംസ് ആണ് വരേണ്ടത്. ടു ടേക്ക് സം റെസ്റ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നതെങ്കിൽ ലൈ, ലേയ്, ലെയിന്. ഈ വെർബ് ഫോംസ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ടു ടേക്ക് സം റെസ്റ്റ് എന്നുള്ള മീനിങ്. അപ്പോൾ ഇവിടെ എന്തായാലും ലെയ്ഡ് വരത്തില്ല. ഒന്നീ ലൈ വരാം, അല്ലെങ്കിൽ ലേ വരാം, അല്ലെങ്കിൽ ലെയിൻ വരാം. ദാറ്റ് മീൻസ് ടു ടേക്ക് സം റെസ്റ്റ് എന്നുള്ള മീനിങ് അല്ലേ അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പം തേർഡ് ഫോം ആയിട്ടുള്ള ലെയിൻ എന്തായാലും വരത്തില്ല. ഇത് ലെയിൻ ഇവിടെ വരത്തില്ല, കാരണം ഇവിടെ ഓക്സിലറി വെർബ് ഒന്നുമില്ല. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ V3 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അവിടെ V3 ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്സിലറി വെർബിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ, ആസോ, ഹാവോ, ഹാഡോ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ V3 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ സെൻറ്റൻസിൽ ഹാസും ഇല്ല, ഹാവും ഇല്ല, ഹാഡും ഇല്ല. അതുകൊണ്ട് V3 ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഹി ഡാഷ് ഓൺ ദ സോഫ ഫോർ 2 hours എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. പാസ്റ്റ് ടെൻസിലുള്ളൊരു സെൻറ്റൻസിലാണ് ഈ തന്നിരിക്കുന്നത്. പാസ്റ്റ് ടെൻസ് ആകുമ്പോഴത്തേന് V2 ഉപയോഗിക്കുക. അപ്പോൾ ഹി ഡാഷ് ഓൺ ദ സോഫ എന്ന് ചോദിക്കുമ്പോൾ ഹി ലേ ഓൺ ദ സോഫ. He lay on the sofa for 2 hours എന്ന് വന്നു. മനസ്സിലായോ? അപ്പം മീനിങ് നോക്കുക. ആദ്യം എന്ത് നോക്കുക, പുട്ട് സംതിങ് ഡൗൺ വെരി കെയർഫുള്ളി. ഇട്ടു എന്നുള്ള മീനിങ് ആണോ, ഇട്ടു അല്ലെങ്കിൽ വെച്ചു എന്നുള്ള മീനിങ് ആണോ, അതോ ടു ടേക്ക് റെസ്റ്റ് എന്നുള്ള മീനിങ് ആണോ വരുന്നത് നോക്കുക. പുട്ട് സംതിങ് ഡൗൺ വെരി കെയർഫുള്ളി എന്നുള്ള മീനിങ് ആണെങ്കിൽ ലെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. അതാണ് നമ്മൾ തറക്കല്ലിട്ടു, ഫൗണ്ടേഷൻ ലെയ്ഡ് ബൈ, അങ്ങനല്ലേ പറയുന്നത്, ഫൗണ്ടേഷൻ ലെയ്ഡ് ബൈ എന്നുള്ളത്. ഓക്കെ, അപ്പം പുട്ട് സംതിങ് ഡൗൺ വെരി കെയർഫുള്ളി എന്നുള്ള മീനിങ് ആണെങ്കിൽ ഇത്, ടു ടേക്ക് റെസ്റ്റ് എന്നുള്ള മീനിങ് ആണെങ്കിൽ ഇത്. ടു ടേക്ക് റെസ്റ്റ് എന്നുള്ള മീനിങ്ങിലാണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, V3 എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്യണമെങ്കിൽ, V3 ഉപയോഗിക്കണമെങ്കിൽ ഓക്സിലറി വെർബ് വേണം. ഓക്സിലറി വെർബായിട്ട് ഹാസോ, ഹാവോ, ഹാഡോ ഉണ്ടെങ്കിൽ മാത്രമേ V3ക്ക് സ്ഥാനമുള്ളൂ, ഇല്ലെങ്കിൽ V3 ഔട്ടാവും. വന്നിരിക്കുന്ന സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ലൈ മാറ്റിയിട്ട് ഇവിടെ എന്ത് ലൈ ഒഴിവാക്കിയിട്ട് ലേ എന്ന് വേർഡ് ഉപയോഗിച്ചു. ഷീ ഹാസ് റിട്ടേൺഡ് ബാക്ക് ഫ്രം ദ ഓഫീസ്. റിട്ടേൺ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ സൂപ്പർഫ്ലൂസ് ആണ്. ബാക്ക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കത്തില്ല. സൂപ്പർഫ്ലൂസ് എറേഴ്സ് പഠിച്ചതാണ് അല്ലേ. റിട്ടേൺ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ ബാക്ക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കത്തില്ല. ഓക്കെ, റിട്ടേണും റിട്രീറ്റും. അപ്പോൾ ഷീ ഹാസ് റിട്ടേൺഡ് ബാക്ക് എന്നുള്ളത് എന്താ, ഷീ ഹാസ് റിട്ടേൺഡ് ഫ്രം ദ ഓഫീസ്. റിട്രീറ്റിൻ്റെ കൂടെയും നമ്മൾ ബാക്ക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കത്തില്ല, തെറ്റാണ്. അപ്പോൾ റിട്ടേൺ ബാക്ക് എന്ന് പറയത്തില്ല, റിട്രീറ്റ് ബാക്ക് എന്ന് പറയത്തില്ല. അടുത്തത്, ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ടീച്ചേഴ്സ് ആർ അറ്റൻഡിങ് ദ സെമിനാർ. എലോങ് വിത്ത്, ഇഫ് ടു സബ്ജക്ട്സ് ആർ കണക്റ്റഡ് ബൈ യൂസിങ് എലോങ് വിത്ത്, ദ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ്. ഓക്കെ, എലോങ് വിത്ത് വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ നമുക്കറിയാം ആദ്യത്തെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെർബ്. ആദ്യത്തെ സബ്ജക്റ്റ് ഇവിടുത്തെ പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്ന് വെച്ചാൽ സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരും, ഈസ് എന്ന് വരും. അപ്പം ആസ് വെൽ ആസ് വെച്ചിട്ടോ എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആൻഡ് നോട്ട്, ഇൻ അഡീഷൻ ടു വന്ന്, ലൈക്ക്, അൺലൈക്ക്, വിത്ത്, എക്സെപ്റ്റ്, റാദർ ദാൻ, നോ ലെസ് ദാൻ, മോർ ദാൻ, വൺ, നത്തിങ് ബട്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള വേർഡുകൾ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻസ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, വെർബ് ഡിപ്പെൻസ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ വെർബ് ഡിപ്പെൻസ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ എലോങ് വിത്തിനെ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സബ്ജക്ട്സ് പ്രിൻസിപ്പലും ടീച്ചേഴ്സും ആണ്. ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിൻസിപ്പലിനാണ്. പ്രിൻസിപ്പൽ സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ എന്താ വന്നു, ഈസ് വന്നു. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് എവർ സീൻ. വൺ ഓഫിൻ്റെ റൂൾ എന്താണ്, വൺ ഓഫിനോടൊപ്പം ചേർന്ന് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറലായിരിക്കണം. വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. വൺ ഓഫിനോടൊപ്പം ചേർന്ന് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കണം, പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ ദ ബെസ്റ്റ് മൂവി എന്നുള്ളത് എന്തായിട്ട് മാറുന്നു, ബെസ്റ്റ് മൂവീസ് എന്നായിട്ട് മാറുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ്. പിടികിട്ടിയോ? അപ്പം വൺ ഓഫിൻ്റെ റൂൾ എന്താണ്, വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ് എന്നല്ലേ. അപ്പോൾ വൺ ഓഫ് വന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്നുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എന്നായി. അപ്പോൾ വൺ ഓഫിനോട് വൺ ഓഫ് ദ സ്റ്റുഡൻ്റ് ആണോ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആണോ എന്ന് വെച്ചാൽ വൺ ഓഫ് ദ സ്റ്റുഡൻസ്.
വൺ ഓഫ് ദ ഗേൾ ഓർ ഗേൾസ്, വൺ ഓഫ് ദ ഗേൾസ്, വൺ ഓഫ് ദ ബോയ് ഓർ ബോയ്സ്, വൺ ഓഫ് ദ ബോയ്സ്. അങ്ങനെ വൺ ഓഫ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ കൂടെ വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഒരു 5 കൂടി ഉണ്ട്, അതുകൂടെ നോക്കാം നമുക്ക്. ഹി ഡിനൈഡ് ടു അക്സെപ്റ്റ് ദ ഓഫർ. ഈ ഡിനൈഡ് എന്ന് പറയുന്ന വേർഡ് ഇന്നലെ നമ്മൾ പഠിച്ച എൻജോയ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം ചേർന്ന് വരുന്നൊരു വേർഡാണ് ഡിനൈ. എൻജോയ് എന്ന് പറയുന്ന വേർഡിനോട് പോലെ ചേർന്ന് വരുന്ന വേർഡ് ഡിനൈ പ്ലസ് V4 ആണ്. ഡിനൈ പ്ലസ് V4 എന്നാണ്. അപ്പോൾ ഡിനൈക്ക് ശേഷം 2 + V1 പറ്റത്തില്ല. ഡിനൈ പ്ലസ് 2 + V1 എന്ന സ്ട്രക്ചർ തെറ്റാണ് കേട്ടോ. ഡിനൈ പ്ലസ് V4 ആണ്. ഡിനൈഡ് അക്സെപ്റ്റിംഗ് ദ ഓഫർ എന്നാണ് മാറുന്നത്. ഷീ എൻജോയ്സ്, ഇന്നലെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഷീ എൻജോയ്സ് റീഡിംഗ് ആണോ റീഡാണോ? ഷീ എൻജോയ്സ് റീഡിംഗ് നോവൽസ് ഓൾ ഹെർ ടൈം എന്നാണ്. അപ്പോൾ ഇപ്പം എൻജോയ്സ് എന്ന് പറയുന്ന വേർഡിന് ശേഷവും ഡിനൈ എന്ന് പറയുന്ന വേർഡിന് ശേഷവും 2 + V1 എന്ന സ്ട്രക്ചർ ഉപയോഗിക്കരുത്. എന്ത് ഉപയോഗിക്കുക? വെർബ് ഫോം V4 ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, വെർബ് വന്നാൽ അതിനെ V4 ആയിട്ട് ഉപയോഗിക്കുക. അതിനോടൊപ്പം ചേർന്ന് വരുന്ന V4 എന്നാണ്. ഹി ഡിനൈഡ് അക്സെപ്റ്റിംഗ് ദ ഓഫർ. അക്സെപ്റ്റ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ അക്സെപ്റ്റിംഗ് എന്നാക്കി 2 ഒഴിവാക്കിയിട്ട് തന്നേക്കുന്ന വെർബിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? ING കൊടുക്കണം കേട്ടോ. ഓക്കെ, ഷീ ഈസ് യൂസ്ഡ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഷീ ഈസ് യൂസ്ഡ് ടു വേക്ക് അപ്പ്. ഈസ് യൂസ്ഡ് ടു എന്നാണ്. ഈസ് യൂസ്ഡ് ടു ഉണ്ട്, വെറും യൂസ്ഡ് ടു അല്ല, ഈസ് യൂസ്ഡ് ടു. നമ്മൾ അന്ന് പഠിച്ചതാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു പഠിച്ചപ്പോൾ അന്ന് അവസാനം പഠിച്ചത് ഒരു റൂളാണ് ബി യൂസ്ഡ് ടു. ബി യൂസ്ഡ് ടുവിൻ്റെ ലാസ്റ്റ് ഫോംസ് ഉണ്ട്. ബി യൂസ്ഡ് ടുവിൻ്റെ ബി ഫോംസ് ഈസ്, ആം, ആറ്, വാസ്, വെയർ, ബീയിങ്, ബീന്. ഓക്കെ, ബി യൂസ് ടുവിന് തുല്യമായിട്ടുള്ളതാണ്. ഈസ് യൂസ് ടു എന്ന് വന്നാലോ, ആർ യൂസ് ടു എന്ന് വന്നാലോ, ആം യൂസ് ടു എന്ന് വന്നാലോ, ഓസ് യൂസ് ടു എന്ന് വന്നാലോ, വെയർ യൂസ് ടു എന്ന് വന്നാലോ, ബീയിങ് യൂസ് ടു എന്ന് വന്നാലോ, ബീൻ യൂസ് ടു എന്ന് വന്നാലോ അതിന് ശേഷം വരുന്ന വെർബിൻ്റെ കൂടെ നമ്മൾ ING കൊടുക്കണം. ഓക്കെ, അതായത് ഷീ ഈസ് യൂസ് ടു വേക്കപ്പ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? വേക്കിംഗ് അപ്പായിട്ട് മാറുന്നു. ഓക്കെ, അപ്പം വെറും യൂസ് ടു വന്നാലോ ഷീ യൂസ് ടു, ഈ രണ്ട് സെൻറ്റൻസ് തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഷീ യൂസ് ടു വേക്കപ്പ് ആണ്, ഷീ ഈസ് യൂസ് ടു വേക്കിംഗ് അപ്പ് ആണ്. രണ്ടും ശരിയാണ് അല്ലേ? ഇവിടെ വെറും ബി ഫോംസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇവിടെ ബി ഫോംസ് ഒന്നും വരാത്തത് കൊണ്ട് ഇവിടെ വേക്കപ്പ് വന്നു. ഇവിടെ ഈസ് യൂസ് ടു എന്ന് വന്നതുകൊണ്ട് ഇവിടെ വേക്കിംഗ് അപ്പ് വന്നു. ഇത് രണ്ടും ശരിയാണ് കേട്ടോ. അപ്പം ഈസ് യൂസ് ടു എന്ന് വന്നാൽ ഈ ആം യൂസ് ടു എന്ന് വന്നാലോ, ആർ യൂസ് ടു എന്ന് വന്നാലോ, ഓസ് യൂസ് ടു എന്ന് വന്നാലോ, വെയർ യൂസ് ടു എന്ന് വന്നാലോ, ബീങ് യൂസ് ടു എന്ന് വന്നാലോ, ബീൻ യൂസ് ടു എന്ന് വന്നാലോ V4 വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, വേക്കപ്പ് എന്നുള്ളത് എന്തായിട്ട് വന്നു? വേക്കിംഗ് അപ്പ് എന്ന് വന്നു. അടുത്തത് ദ പ്രോജക്റ്റ് വിൽ കംപ്ലീറ്റഡ് ബൈ നെക്സ്റ്റ് മന്ത്. കംപ്ലീറ്റ് ചെയ്യും, വിൽ കംപ്ലീറ്റ്. മോഡൽ ഓക്സിലറീസിൻ്റെ കൂടെ ബി ചേർക്കണം. മോഡൽ ഓക്സിലറീസ് പ്ലസ് V3 എന്ന് വരത്തില്ല. മോഡൽ ഓക്സിലറീസ് പ്ലസ് V+V3 ആ. അപ്പോൾ ഇവിടെ വിൽ കംപ്ലീറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? വിൽ ബി കംപ്ലീറ്റഡ് എന്നായിട്ട് മാറുന്നു. അപ്പോൾ ദ പ്രോജക്റ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസത്തോടു കൂടി എന്ത് ചെയ്യപ്പെടും? കംപ്ലീറ്റ് ചെയ്യപ്പെടും. ബൈ നെക്സ്റ്റ് മന്ത്, വിൽ ബി കംപ്ലീറ്റഡ് ബൈ നെക്സ്റ്റ് മന്ത്. അപ്പോൾ അത് പാസീവ് വോയിസ് ആണ് അല്ലേ? മനസ്സിലായോ? അപ്പം അടുത്ത മാസത്തോടു കൂടി പ്രോജക്റ്റ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യപ്പെടും. അപ്പം മോഡൽ ഓക്സിലറീസ് പ്ലസ് V3 എന്നുള്ള സ്ട്രക്ചർ പാസീവ് വോയിസ് സ്ട്രക്ചർ. ഇത് പാസീവ് വോയിസിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ദ പ്രോജക്റ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ നെക്സ്റ്റ് മന്ത് എന്ന് വരും. ദ സ്റ്റുഡൻസ് ഡിമാൻഡഡ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ. ഡിമാൻഡഡിൻ്റെ ശേഷവും ഡിമാൻഡഡ് ഫോർ എന്നൊന്നും ആവശ്യമില്ല. ഡിമാൻഡഡിൻ്റെ ശേഷവും എന്ത് പറയുന്നു? മുമ്പ് പറഞ്ഞ പോലെ നോ പ്രിപ്പോസിഷൻ ആണ്. ഡിമാൻഡഡ് ആൻഡ് എക്സ്പ്ലനേഷൻ മതി. ദ സ്റ്റുഡൻസ് ഡിമാൻഡഡ് ആൻഡ് എക്സ്പ്ലനേഷൻ മതി. ആറെന്നോ അല്ല ഫോറെന്നോ അറ്റെന്നോ ഇന്നെന്നോ വിത്തെന്നോ ബൈയെന്നോ അങ്ങനെ ഒന്നിൻ്റെ ഒരു പ്രിപ്പോസിഷൻ്റെ ആവശ്യമില്ലാത്ത വേർഡാണ് ഡിമാൻഡ് എന്ന് പറയുന്ന വേർഡ് കേട്ടോ. ഡിമാൻഡ്. അപ്പോൾ ദ സ്റ്റുഡൻസ് ഡിമാൻഡഡ് ആൻഡ് എക്സ്പ്ലനേഷൻ മതി. നോ പ്രിപ്പോസിഷൻസ് നീഡഡ്. നോ പ്രിപ്പോസിഷൻ ആണ്. നോ പ്രിപ്പോസിഷൻ ആണ്. ഇനി അടുത്തത് ഹീ ഈസ് വൺ ഓഫ് ദോസ് പീപ്പിൾ ഹൂ വർക്ക്സ് വെരി ഹാർഡ്. ഇത് നോക്കിയേ, ഹീ ഈസ് ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട്. ഹൂവിൻ്റെ തൊട്ട് മുന്നേ നിൽക്കുന്ന പീപ്പിൾ എന്ന് പറയുന്ന വേർഡ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഹൂ എന്ന് പറയുന്ന വേർഡിന് ശേഷം നിൽക്കുന്നത് സിംഗുലർ വെർബാണ്. ശരിയാവുമോ?
ഹൂവിന് തൊട്ട് മുന്നേ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും ഹൂവിന് ശേഷം സിംഗുലർ ആയിട്ടുള്ള വെർബും അത് ശരിയാവത്തില്ല അല്ലേ? അപ്പം ഹൂവിന് ശേഷം ഹൂവിന് തൊട്ട് മുമ്പേ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹൂവിന് ശേഷവും പ്ലൂറൽ സബ്ജക്റ്റ് തന്നെ വരണം. ഹൂവിന് തൊട്ട് മുന്നേ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹൂവിന് ശേഷവും സിംഗുലർ സബ്ജക്റ്റ് തന്നെ വരണം. അപ്പോൾ ഹൂവിൻ്റെ തൊട്ട് മുന്നേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് പീപ്പിൾ. അപ്പോൾ ഹൂവിന് ശേഷവും പ്ലൂറൽ വെർബ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ വർക്ക്സ് എന്തായിട്ട് മാറുന്നു? വർക്കായിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പോൾ ഹൂ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഹൂ ആയാലും വിച്ച് ആയാലും ദാറ്റ് ആയാലും എന്ത് വന്നു കഴിഞ്ഞാലും അതിന് തൊട്ട് മുന്നേ നിൽക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക. തൊട്ട് മുന്നേ നിൽക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അതിന് തൊട്ട് മുന്നേ നിൽക്കുന്ന വെർബ് സിംഗുലർ ആണെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. വേറൊരു എഴുതി കാണിക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രോബ്ലംസ് ദാറ്റ് ഹാമ്പേഴ്സ് ദ വർക്ക്. ഇവിടെ റിലേറ്റീവ് പ്രോനൗണായിട്ട് ദാറ്റ് ഉണ്ട് അല്ലേ? ദാറ്റ് ഉണ്ട്. ദാറ്റിൻ്റെ തൊട്ട് മുന്നേ നിൽക്കുന്നത് എന്താണ്? പ്ലൂറൽ ഒരു വേർഡാണ്. പ്രോബ്ലംസ് എന്നുള്ളത് പ്ലൂറൽ വേർഡാണ്. ഹാമ്പേഴ്സ് എന്നുള്ളത് ഒരു സിംഗുലർ വെർബാണ്. എസ് വന്നില്ലേ? അപ്പോൾ അത് സിംഗുലർ വെർബാണ് അല്ലേ? സിംഗുലർ വെർബാണ്. ഓക്കെ, ഇത് ശരിയാവോ? പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് സിംഗുലർ ആയിട്ടുള്ള വെർബ് ശരിയാവത്തില്ലല്ലോ. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് സിംഗുലർ ആയിട്ടുള്ള വെർബ് പറ്റത്തില്ല. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് പ്ലൂറൽ ആയിട്ടുള്ള വെർബ് തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ഹാമ്പേഴ്സ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഹാമ്പറായിട്ട് മാറി. അതേപോലെ തന്നെയാണ് ഇവിടെ വർക്ക്സ് എന്നുള്ളത് എന്തായിട്ട് മാറി? വർക്കായിട്ട് മാറി. പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റിന് പ്ലൂറലായിട്ടുള്ള വെർബ്. പീപ്പിൾ എന്നുള്ളതിനെ വർക്ക്സ് എന്നുള്ളത് വർക്കാക്കി മാറി. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? അപ്പോൾ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ 25 തീർന്ന്. ഇന്നലെ 25 ഡിസ്കസ് ചെയ്തു, ഇന്ന് 25 ഡിസ്കസ് ചെയ്തു. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതെത്താതെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ പഠിച്ച റൂൾസ് എല്ലാം ബേസ് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. So thank you for watching this video. Thank you everyone.